ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? എനിക്ക് എത്ര മടിയായിരിക്കുന്ന സമയത്തും ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. മുഖം കഴുകും, എവിടെയൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ മുഖത്ത്, അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നതെന്നും എന്താണ് ഐറ്റം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് റിസൾട്ട് തരുന്നതും അതുപോലെ നമുക്ക് എല്ലാവർക്കും ഈസിലി പോയി വാങ്ങിക്കാൻ പറ്റുന്നതും വളരെ വില കുറവുമായിട്ടുള്ള ഐറ്റമാണ്. ഒരുപാട് എക്സ്പെൻസീവ് നമുക്ക് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും കൺസിഡർ ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാവരുടെ കയ്യിലും ഓൾറെഡി കാണും. കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കുക. അതോടൊപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹണിയാണ്. തേനിൻ്റെ ക്വാളിറ്റി എത്രമാത്രം കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ അത്രമാത്രം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്നത് അത് വാങ്ങിച്ച് വെക്കുക. നമുക്ക് എല്ലായിടത്തും ഒറിജിനൽ ആയിട്ടുള്ള ഹണി അവൈലബിൾ അല്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നവരാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇതുപോലെ പാക്കറ്റിൽ കിട്ടുന്നതും വാങ്ങാം. ഡാബറിൻ്റെ ഹണി ഓൾസോ യൂസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ സ്റ്റോറിലും സാധാരണ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി നമ്പീഷൻസിൻ്റെ ഒരു ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാക്കേജിങ് കണ്ടിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഇതുവരെ ഞാൻ യൂസ് ചെയ്തത് ഡാബറിൻ്റെ ഹണിയാണ്. അത് ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാര്യം സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിന്നിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ തലേ ദിവസം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം വാഷ് ചെയ്തിട്ടല്ല കേട്ടോ, അന്നേരം തന്നെ ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ വെച്ചിരുന്നിട്ട് വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫംഗ്ഷനൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് എപ്പോഴും പാക്കൊക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ്. തേനാണ്. നമുക്കൊരു കുഞ്ഞു ബോട്ടിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടെ എന്തായാലും ഒരു മെഡിക്കൽ സ്റ്റോർ കാണുമല്ലോ, അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ മുഖക്കുരു മാറാൻ ദ ബെസ്റ്റാണ്. മുന്നേ ഞാനൊരു ടിപ്പ് പറഞ്ഞു തന്നിട്ടില്ലേ, വെളിച്ചെണ്ണ വയ്ക്കുന്നത്, അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ തേനും. അത് നമ്മൾ നൈറ്റാണ് വെക്കുന്നത്. ഇത് നമ്മൾ പകലാണ് യൂസ് ചെയ്യുന്നത്. പകൽ നമ്മൾ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് വെക്കേണ്ട കാര്യമില്ല. 1, 2, 3 തവണ ഒരു 10 മിനിറ്റ് വെച്ച് വച്ചിരിക്കണം നമ്മുടെ പിമ്പിളിലായിട്ട്. എന്നിട്ട് ഒരു 2-3 തവണ ഒരു ദിവസത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ഒരു 3 തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക, 10 മിനിറ്റ് വെച്ചിരിക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓരോ തവണ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ മുഖക്കുരു ഒരു പാട് പോലും അവശേഷിക്കാതെ മാറിയിട്ടുണ്ടാവും. അത്രയും എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് നെറ്റിയിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, അതുപോലെ അവിടെ ഒരു ഡാർക്ക് സ്കിൻ വരുന്നത് പോലെ പലപ്പോഴും നമുക്ക് തോന്നും. അത് മാറ്റാനും കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ ഐലിഡ്സിലും ഒക്കെ ഡാർക്ക്നെസ് വരാറില്ലേ, അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്ലൈ ചെയ്യുക, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ചിരിക്കുക, വാഷ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ പ്രോബ്ലം മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.